നമസ്കാരം. അങ്ങനെ മലയാളത്തിലെ ഒരു വിന്റേജ് ക്ലാസിക് പ്രദർശനത്തിനെത്തി. അതെ, ദേവദൂതൻ പ്രദർശനത്തിനെത്തിയിട്ട് 24 വർഷങ്ങൾ കഴിഞ്ഞ് ഇതാ റീ റിലീസ്. കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ദേവദൂതൻ വീണ്ടും പ്രദർശനത്തിനെത്തിയത്. 2000-ൽ ഇറങ്ങിയപ്പോൾ വൻ പരാജയമായ ചിത്രം ദേവദൂതൻ ഇന്ന് വിന്റേജ് ക്ലാസിക് പടമായി ഹിറ്റായി തിയേറ്ററുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. വീണ്ടും എത്തിയപ്പോൾ ആഗോളതലത്തിൽ മോഹൻലാൽ നായകനായ ചിത്രം 50 ലക്ഷത്തിലധികം റിലീസ് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇത് പല റെക്കോർഡുകളും ഭേദിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ദേവദൂതൻ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള റീ റിലീസുകളുടെ ഒക്കെ തന്നെയും റെക്കോർഡുകൾ പൊട്ടിക്കുകയാണെന്നുള്ളതാണ് ഇതുവരെ വന്ന സൂചനകളിൽ പറയുന്നത്. രണ്ടാം തവണ കുറഞ്ഞ സ്ക്രീനിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിയതെങ്കിലും പ്രേക്ഷകർ ആവേശത്തോടെയാണ് ഇതിനെ ഏറ്റെടുക്കുന്നത്. പുതിയ കാലത്തെ മോഹൻലാലിന്റെ ദേവദൂതൻ സിനിമ വൻ വിജയമാകുന്നതാണ് നമ്മൾ ഇപ്പോൾ കൺകുളിർക്കെ കാണുന്നത്. ഇത് കാണുന്നത് ഒരു വലിയ പ്രത്യേകത കൂടിയാണ്. പുതിയ കാലത്തെ സാങ്കേതിക പുതുക്കലുമായിട്ടാണ് ചിത്രം ഇപ്പോൾ അണിയറയിൽ പ്രവർത്തിച്ചെത്തിയതെന്നാണ് പ്രധാന പ്രത്യേകത. രണ്ടാം വരവിൽ പ്രേക്ഷക പ്രീതി നേടി വിശാൽ കൃഷ്ണമൂർത്തി ഇപ്പോൾ കയ്യടി നേടുകയാണ്. ദേവദൂതൻ റീമാസ്റ്റർ വേർഷൻ എങ്ങും മികച്ച പ്രതികരണമാണ് ലഭിച്ച് രണ്ടാം ദിനം തിയേറ്ററുകളിൽ എണ്ണത്തിലും വർധനവുണ്ടായി. കേരളത്തിലാകെ 56 തിയേറ്ററുകളിലായാണ് ചിത്രം എത്തിയത്. ഇതോടെ തന്നെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് മികച്ച പ്രതികരണം ലഭിച്ചതോടെ കേരളത്തിലെ തിയേറ്ററുകളുടെ എണ്ണം 100ലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ഇതാണ് നിർമ്മാതാക്കൾ ചെയ്തത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പോസ്റ്ററും നിർമ്മാതാക്കൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. റീമാസ്റ്റേർഡ് റീ എഡിറ്റഡ് പതിപ്പാണ് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. കൊച്ചി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഹൈ സ്റ്റുഡിയോ നേതൃത്വത്തിലാണ് ചിത്രം 4K നിലവാരത്തിലേക്ക് റീമാസ്റ്റർ ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കേരളത്തിന് പുറത്ത് കോയമ്പത്തൂർ, ചെന്നൈ, മുംബൈ, ഹൈദരാബാദ്, ദില്ലി, ബാംഗ്ലൂർ, മംഗളൂരു എന്നിവിടങ്ങളിലും ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം UAE-യിലും GCC-യിലും ചിത്രം വെള്ളിയാഴ്ച തന്നെ എത്തിയിട്ടുണ്ടെന്ന് അറിയിക്കുന്നുണ്ട്. ഹൊററും മിസ്റ്ററിയും പ്രണയവും സംഗീതവും എല്ലാം ഇഴചേർത്ത ത്രില്ലർ തന്നെയാണ് ദേവദൂതൻ. ജയപ്രദ, ജനാർദ്ദനൻ, മുരളി, വിനീത്, ജഗദീഷ്, ലെന, വിജയലക്ഷ്മി, ശരത് തുടങ്ങി നിരവധി താരങ്ങൾ മോഹൻലാലിനോടൊപ്പം ചിത്രത്തിൽ അണിനിരന്നു. സിബി മലയിലിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി 2000-ലാണ് ദേവദൂതൻ തിയേറ്ററുകളിലേക്ക് എത്തിയത്. രഘുനാഥ് പാലേരിയാണ് സിനിമയുടെ തിരക്കഥാകൃത്ത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ സ്ഫടികമാണ് പഴയ ശ്രദ്ധേയ ചിത്രങ്ങളുടെ റീ റിലീസ് എന്നത് സിനിമയ്ക്ക് പരീക്ഷിക്കാവുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പോഴത്തെ മറ്റൊരു മലയാള ചിത്രത്തിന്റെ റീ റിലീസ് കാര്യമാണ് പ്രേക്ഷക ശ്രദ്ധ നേടിയിരിക്കുന്നത്. സിബി മലയിൽ തന്റെ ആദ്യ ചിത്രമായും ചെയ്യാൻ തീരുമാനിക്കുകയും പത്മരാജിനെ കൊണ്ട് തിരക്കഥ എഴുതിയിക്കാൻ പ്ലാൻ ചെയ്യുകയും ചെയ്ത ചിത്രമാണ് ദേവദൂതൻ. അവസാനം ദേവദൂതന് വേണ്ടി തിരക്കഥ എഴുതിയിരിക്കുന്നത് രഘുനാഥ് പാലേരിയും. സംഗീതത്തിന് ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിലെ വിദ്യാസാഗറിന്റെ ഗാനങ്ങളും എവർഗ്രീൻ ഹിറ്റുകളായി തന്നെ ഇന്നും നിലനിൽക്കുന്നു. ഈ ഗാനങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇതിന്റെ റീ റിലീസിന് എല്ലാവരെയും കൊണ്ട് തിയേറ്ററിലേക്ക് എത്തിപ്പിച്ചതും. ഇതിന്റെ ഗാനങ്ങൾ ഒന്നുകൂടി തന്നെ 4K-യിൽ കാണാൻ എല്ലാവർക്കും സാധിക്കുക, അതും തിയേറ്ററിന്റെ വലുപ്പത്തിൽ ഒന്നുകൂടി കാണാൻ സാധിക്കുന്നത് എല്ലാവരെയും സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു. ഇപ്പോഴത്തെ ദേവദൂതൻ റിലീസിന് ശേഷം ചിത്രത്തെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ സിബി മലയൻ. 24 വർഷങ്ങൾക്ക് മുൻപ് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർ തള്ളിക്കളഞ്ഞൊരു സിനിമ. 24 വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ തലമുറ ആ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു. അവരുടെ മുന്നിലേക്ക് ആ സിനിമ ഏറ്റവും നല്ല വേർഷനായി എത്തുകയും ചെയ്തിരിക്കുന്നത് അത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണെന്നാണ് സിബി മലയൻ പറഞ്ഞത്. വളരെ സന്തോഷമെന്നും ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം മറ്റൊരു സംവിധായകനും ഉണ്ടായിട്ടുണ്ടാകില്ല എന്നും, കാരണം 24 വർഷങ്ങൾക്ക് മുൻപ് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർ തള്ളിക്കളഞ്ഞ സിനിമ 24 വർഷങ്ങൾക്ക് ശേഷം പുതിയ തലമുറ ഏറ്റെടുക്കുമ്പോഴും ആ സിനിമ കാണാൻ ആഗ്രഹിക്കുകയും അവരുടെ മുന്നിലേക്ക് ആ സിനിമ ഏറ്റവും നല്ല വേർഷനായി എത്തുകയും ചെയ്തത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഈ സിനിമ ഇവിടേക്ക് എത്തിക്കാൻ ഒരുപാട് യുവതലമുറയുടെ ഫോൺ കോൾ എന്നെ തേടി എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യമൊക്കെ ചില സംശയങ്ങളുണ്ടായിരുന്നു. അന്ന് ഈ സിനിമ ആരെയും അങ്ങ് വിസ്മയിപ്പിച്ചില്ല. പിന്നീട് അത് TV-യിലും മറ്റതൊക്കെ വന്നതിന് ശേഷമാണ് എല്ലാവരും ഏറ്റെടുത്തത്. അതുപോലെ ആകുമോ ഇനിയും വേണ്ടി എന്ന് വിഷമത്തോടെയായിരുന്നു സിബി മലയിൽ എല്ലാ ഫോണുകളും ഏറ്റെടുത്തതും അതിന് ഉത്തരങ്ങൾ പറഞ്ഞതും. ഇതിനപ്പുറം 24 വർഷങ്ങൾക്ക് ശേഷം സന്തോഷം മാത്രമാണ് ഇന്ന് ഈ സംവിധായകനുള്ളത്.